എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഏകാദശി വിളക്കാണ്. ഗുരുവായൂർ ഏകാദശി വളരെ ഫേമസ് ആണ്. ഗുരുവായൂർ പോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലൊരു അമ്പലമുണ്ട്, പൂത്തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഞങ്ങളുടെ അമ്പലത്തിൽ ഇന്ന് അന്നദാനത്തിന് വിളമ്പിയ ഒരു വിഭവമാണ് ഇന്നത്തെ വീഡിയോയിൽ. സംഭവം ഉച്ചയ്ക്ക് ഏകാദശി നോയമ്പ് നോക്കുന്ന ആൾക്കാർക്ക് വിളമ്പുന്ന ഒരു പുഴുക്കാണ്. അതായത് ചേന, ചേമ്പ്, കൂർക്ക, ഉരുളക്കിഴങ്ങ്, കപ്പ പോലുള്ള നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു പുഴുക്ക്. ആദ്യം മേൽപ്പറഞ്ഞ വിഭവങ്ങളൊക്കെ തൊണ്ട് കളഞ്ഞെടുത്ത് വെള്ളത്തിലിട്ട ശേഷം ചെറുതായിട്ട് എരിശ്ശേരിക്ക് അരിയുന്ന പരുവത്തിൽ അരിഞ്ഞെടുക്കണം. 2500 പേർക്കുള്ള അന്നദാനമാണ് ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ അമ്പലത്തിൽ ഉണ്ടായിരുന്നത്. ഈ വിഭവങ്ങളൊക്കെ ഇന്നലെ രാത്രിയിൽ അരിഞ്ഞെടുക്കുന്ന വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത്. നമ്മുടെ ചേച്ചിമാരൊക്കെ ഭയങ്കര ആക്റ്റീവാണ്. അപ്പോൾ നമ്മുടെ ഈ ചേനയാണ് നമ്മൾ ആദ്യം കൊത്തി അരിഞ്ഞെടുത്തത്. പുറകെ നമ്മൾ കാച്ചിലും ചേമ്പും കൂർക്കയൊക്കെ നമ്മൾ ഇതേ പരുവത്തിൽ ചെറുതായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എരിശ്ശേരിക്കോ അല്ലെങ്കിൽ കപ്പപ്പുഴുക്കിനോ ഒക്കെ അരിയുന്ന പരുവത്തിൽ കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്നത് കൂർക്ക അരിഞ്ഞെടുത്ത് വച്ചേക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഓരോ വിഭവങ്ങളും നമ്മൾ കഴുകിയെടുത്ത് കൊത്തി അരിഞ്ഞ് വച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നിച്ചിടുമ്പോൾ വേവ് കൂടി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കപ്പ നമ്മൾ പ്രത്യേകം ആദ്യമേ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ വാർപ്പിനകത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ആദ്യം കൂർക്ക നമ്മൾ ചേർക്കുകയാണ്. കൂർക്ക ചേർത്ത പുറകെ നമ്മൾ കാച്ചിലും ചേമ്പും കൂടെ നമ്മൾ അരിഞ്ഞെടുത്തുകൂടി ചേർക്കുകയാണ്. ഇനി ഒന്ന് വകഞ്ഞു മാറ്റി നമ്മൾ വാർപ്പിനകത്തേക്ക് നീക്കി വെക്കണം. ഇത്രയും അധികം ആൾക്കാർക്ക് വിളമ്പാനുള്ള മുഴുവൻ ആളും ഈ ഒരു വാർപ്പിൽ തന്നെ നമുക്ക് കൊള്ളിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വകഞ്ഞു മാറ്റി വെച്ചിട്ട് ഓരോ വിഭവങ്ങളും ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏത്തക്കായ കൂടി നമ്മൾ അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഏത്തക്കായ ചേർത്ത ശേഷം നമ്മൾ അതിനകത്തേക്ക് ചേന കൂടി ചേർക്കുകയാണ്. ഇപ്പം ഈ ഒരു പുഴുക്കിനുള്ള എല്ലാ വിഭവങ്ങളും തന്നെ നമ്മൾ ഈ ഒരു വാർപ്പിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്, കപ്പ ഒഴികെ. ഓരോന്നും നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്ന രീതി കണ്ടാൽ അറിയാം. നമ്മൾ ഈ ഒരു എരിശ്ശേരിക്കും കപ്പപ്പുഴുക്കിനും ഒക്കെ വിളമ്പുന്ന രീതിയിലാണ് നമ്മൾ ഈ ചേനയും കാച്ചിലും ഒക്കെ നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു ഏകാദശി ഉത്സവം സ്പെഷ്യലായിട്ടുള്ള ഒരു പുഴുക്കിൻ്റെ ചേരുവകളൊക്കെ നമ്മൾ ഈ ഒരു വാർപ്പിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 250-300 ലിറ്റർ അളവ് കൊള്ളുന്നൊരു വാർപ്പാണ്. നമ്മൾ വേവിക്കാനായിട്ട് വെള്ളം അതിനകത്തേക്ക് ചേർക്കുകയാണ്. നമ്മൾ ഏതാണ്ട് 4 ബക്കറ്റ് വെള്ളം നമ്മൾ ഈ ഒരു വെജിറ്റബിൾസിനൊപ്പം നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വെതറിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടിയോടൊപ്പം തന്നെ നമ്മൾ മുളക് പൊടി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ചേർത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നമുക്ക് കളർ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ നോർമലായിട്ടുള്ള മുളക് പൊടി നമ്മൾ ചേർത്താലും മതിയാവും. അപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ആദ്യം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് നമ്മൾ അതിനകത്തേക്ക് ചേർക്കുവാണ്. ഉപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കപ്പ നമ്മൾ ഉപ്പ് ചേർത്ത് നേരത്തെ മാറ്റി വേവിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വിഭവങ്ങൾക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്ത് അടുപ്പ് കത്തിച്ചിട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കുകയാണ്. ഈ പുഴുക്ക് നമ്മൾ വിളമ്പുന്നത് ചോറിൻ്റെ ഒപ്പം അല്ല, ഗോതമ്പിൻ്റെ ഒപ്പമാണ്. കാരണം ഇന്ന് ഏകാദശി നോയമ്പ് നോക്കുന്ന ആൾക്കാർക്കുള്ള വിഭവങ്ങളാണിത്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഗോതമ്പ് നമ്മളിവിടെ ജസ്റ്റ് വെന്ത് വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ഓരോന്നോരോന്നും നമ്മൾ വേവിക്കുന്നത് മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മുടെ ആദ്യം ചേർത്ത ചേരുവകളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ കൂടി ചേർക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതാണ് കപ്പ നമ്മൾ സെപ്പറേറ്റ് വേവിച്ച് വച്ചിരുന്നായിരുന്നു. ആദ്യം ഈ ഒരു കപ്പ വേവിച്ച് വെച്ചത് ഈ ഒരു ബാക്കിയുള്ള ചേരുവകളിലൊപ്പം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. കാരണം നമുക്കിത് ഇളക്കാൻ പറ്റില്ല. 2 പേര് അപ്പുറം ഇപ്പുറം നിന്ന് ഇളക്കിയാൽ മാത്രമേ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഇത് ഇളക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത്ര ബലമാണ് ഈ ഒരു കപ്പയും കാച്ചിലിനും ഒക്കെ ഉണ്ടാകുന്നത്. നമ്മൾ വൻപയർ വേവിച്ച് വെച്ച് ചേർക്കുവാണ്. ശരിക്കും നമ്മൾ വൻപയർ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്നതാണ്. വേവിച്ച് വെച്ച വൻപയറൂടെ നമ്മൾ ഈ ഒരു ചേരുവയ്ക്കൊപ്പം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി, നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള പുഴുക്ക് റെഡിയാവും. ഈ ചേരുവകളൊക്കെ ഇളക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പാടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നല്ല ബലമായിരിക്കും, നമുക്ക് അത്ര എളുപ്പത്തിലൊന്നും ഇളക്കാൻ പറ്റത്തില്ല. അങ്ങനെ തിക്നെസ് കൂടുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെള്ളം ചേർക്കും. ഇങ്ങനെ വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുഴുക്ക് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. തേങ്ങ ചിരവി എന്ന് വെച്ചാൽ തേങ്ങ നമ്മൾ അരച്ചെടുത്തിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ അരപ്പാണ് നമ്മൾ ഈ ഒരു പുഴുക്കിനകത്തേക്ക് ചേർക്കുന്നത്. ഇങ്ങനെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് വറവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുഴുക്ക് കംപ്ലീറ്റ് ആവും. നമുക്ക് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ അതിനകത്തേക്ക് പച്ച കറിവേപ്പില ചേർക്കുന്നുണ്ട്. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളൊക്കെ ആയിട്ട്.